ഹായ് ഫ്രണ്ട്സ്, VN വ്ളോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ സാധാരണ ചിക്കൻ കറി ഉണ്ടാക്കാറുണ്ട് അല്ലേ? എന്നാൽ ഇത് സൂപ്പർ ടേസ്റ്റും എന്നാൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ ചിക്കനാണ്. അത് ആദ്യം തന്നെ കഴുകി വൃത്തിയാക്കി ഒരു ബൗളിലേക്ക് എടുക്കുക. എന്നിട്ട് അതിലേക്ക് 1 സ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. അതൊരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇപ്പോൾ നമ്മുടെ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ചിക്കൻ വറുത്തെടുക്കുകയാണ്. അതിന് വേണ്ടി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. എന്നിട്ട് ഒരു ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം. ഇനി ഈ റെസ്റ്റ് ചെയ്ത നമ്മുടെ ചിക്കൻ ഓരോന്നോരോന്നായിട്ട് കുറച്ച് ഇട്ട് അത് നന്നായിട്ട് ഒന്ന് പകുതി വേവാവുന്നവരെ ഒന്ന് വറുത്ത് കോരി നമുക്ക് എടുക്കാം. ഇനി വേണ്ടത് 2 സവാളയാണ്. ആ 2 സവാള നന്നായിട്ട് ചെറുതായിട്ട് അരിയുക. അതിനുശേഷം ഈ എണ്ണയിലേക്ക് തന്നെ ആ സവാള ഇട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് കുറച്ച് കരിവേപ്പില നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു 2 പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞതും അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സവാളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നന്നായിട്ടൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം ഒരു 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി. ഇനി നമ്മുടെ സ്പെഷ്യലായിട്ട് ചേർക്കണ ഗരം മസാലയാണ്. അത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അതിൻ്റെ വീഡിയോ പിന്നീട് ഒരു ദിവസം ചെയ്യുന്നതായിരിക്കും. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ചൂടുവെള്ളവും കൂടി ഒഴിക്കണം. ചൂടുവെള്ളം ഒഴിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്നുകൂടെ ഒന്ന് വേവാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കൊരു 3-4 മിനിറ്റ് ഒന്ന് അടച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ അതെല്ലാം നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ അതിലേക്ക് എല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഗ്രേവി വേണമെന്നുള്ളവർക്കാണെങ്കിൽ കുറച്ചുകൂടെ ചൂടുവെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം ഗ്രേവി ഒന്നും വേണ്ടാന്നാണെങ്കിൽ അത് അതുപോലെ തന്നെ അത് നോക്കിയിട്ട് ചെയ്താൽ മതി. ഇനി ഒരു 5-6 മിനിറ്റ് നമുക്ക് ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം.
അപ്പോൾ ഒരു 5-6 മിനിറ്റൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ അടപ്പൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ്. നല്ല മണമൊക്കെ വരുന്നുണ്ട്, നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഈ വ്യത്യസ്തമായ ചിക്കൻ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.